നമസ്കാരം. സക്സസ് പാത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 50 മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്കൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. വീഡിയോയുടെ അവസാനം എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഫക്രാനങ്കൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ഫക്രാനങ്കൽ. സത്ലജ് നദിയിലാണ് ഫക്രാനങ്കൽ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ സൈന്യമാണ് ഇത് നിർമ്മിച്ചത്. 1975 പൊതു ഉപയോഗത്തിനായിട്ട് തുറന്നുകൊടുത്തു. സതി, ജാതി വ്യവസ്ഥ, ബാല്യവിവാഹം എന്നിവയ്ക്കെതിരെ സമരം നടത്തിയ പ്രസ്ഥാനം ഏതായിരുന്നു? ബ്രഹ്മസമാജം. സതി, ജാതി വ്യവസ്ഥ, ബാല്യവിവാഹം എന്നിവയ്ക്കെതിരെ സമരം നടത്തിയ പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം. ഹിന്ദു മതത്തിലെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തുടച്ചു നീക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. 1828 രാജാറാം മോഹൻ റോയിയും ദേവേന്ദ്രനാഥ് ടാഗോറുമാണ് കൊൽക്കത്തയിൽ ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. കേരളത്തില് ആനകൾക്കായുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട. ആനകൾക്കായുള്ള മ്യൂസിയം കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പത്തനംതിട്ടയിലെ കോന്നി എന്ന സ്ഥലത്താണ് ആനകൾക്കായുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. ആനി ബസന്റ് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? തിയോസഫിക്കൽ സൊസൈറ്റി. തിയോസഫിക്കൽ സൊസൈറ്റിയാണ് ആനി ബസന്റ് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം. തിയോസഫിക്കൽ സൊസൈറ്റി 1875 ന്യൂയോർക്കിലാണ് രൂപീകരിച്ചത്. ഇതിന്റെ മുഖ്യ ഉദ്ദേശം വിശ്വസാഹോദര്യം ആണ്. ലോകമെമ്പാടും ജാതി, വർഗ, നിറം, ദേശ വ്യത്യാസങ്ങളില്ലാതെ പരിപോഷിക്കുകയും നിലനിർത്തുകയുമാണ് ഇതിന്റെ ഒരു ഉദ്ദേശം. കേരളത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. കേരളത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാട്. ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. ചുവടെ നൽകിയിട്ടുള്ളതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏതാണ്? തന്നിരിക്കുന്നതിൽ താപ്തി നദിയാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി. കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരമാണ് കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാര്? വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാണ് വിക്രം സാരാഭായ്. 2011 സെൻസസ് പ്രകാരം സാക്ഷരതയിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? മിസോറാം. 2011 സെൻസസ് പ്രകാരം സാക്ഷരതയിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മിസോറാം. 1ാം സ്ഥാനത്ത് ആരാണ്? കേരളം. ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരം? സച്ചിൻ ടെണ്ടുൽക്കർ. ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ചുവടെ നൽകിയിട്ടുള്ളതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചുമത്തുന്ന നികുതി ഏത്? വിനോദ നികുതി. തന്നിട്ടുള്ളതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചുമത്തുന്ന നികുതിയാണ് വിനോദ നികുതി. സർദാർ വല്ലഭായ് പട്ടേലിന്റെ സഹായിയായി സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായി നിയമിതനായ മലയാളി? VP മേനോൻ. സർദാർ വല്ലഭായ് പട്ടേലിന്റെ സഹായിയായി സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായി നിയമിതനായ മലയാളിയാണ് VP മേനോൻ. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി അംഗം ആരായിരുന്നു? കാവാലം മാധവപ്പണിക്കർ. കാവാലം മാധവപ്പണിക്കരായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി അംഗം. ചാമ്പല് മലയണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം? ചിന്നാറ്.
ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചിന്നാർ. ഇടുക്കി ജില്ലയിലാണ് ചിന്നാർ വന്യജീവി സങ്കേതം. ഏതു നദിക്കരയിലാണ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത്? നെയ്യാർ. നെയ്യാറിന്റെ തീരത്താണ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത്. അരുവിപ്പുറത്തുള്ള നെയ്യാറിന്റെ തീരത്താണ് അദ്ദേഹം ശിവപ്രതിഷ്ഠ നടത്തിയത്. കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബി ശിവൻകുട്ടി. ബി ശിവൻകുട്ടിയാണ് കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ബ്രഹ്മാനന്ദ ശിവയോഗി. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആര്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത്. കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ഇത് എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ബംഗ്ലാദേശ് സ്വതന്ത്രമായ വർഷം? 1971. ബംഗ്ലാദേശ് സ്വതന്ത്രമായത് 1971-ലാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ മുഖ്യ നേതാവ് ആര്? ടി കെ മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ മുഖ്യ നേതാവാണ് ടി കെ മാധവൻ. ലോക മലേറിയ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 25. ഏപ്രിൽ 25-നാണ് ലോക മലേറിയ ദിനമായി ആചരിക്കുന്നത്. പുത്തൻ പാന എന്ന കൃതി രചിച്ചതാര്? അർണോസ് പാതിരി. അർണോസ് പാതിരിയാണ് പുത്തൻ പാന എന്ന കൃതി രചിച്ചത്. ക്യൂണിക്കൾച്ചർ എന്നത് ഏത് ജീവിയുമായി ബന്ധപ്പെട്ട കൃഷിരീതിയാണ്? മുയലുമായി ബന്ധപ്പെട്ട കൃഷിരീതിയാണ് ക്യൂണിക്കൾച്ചർ, അല്ലെങ്കിൽ മുയൽ വളർത്തലിനെ ക്യൂണിക്കൾച്ചർ എന്നറിയപ്പെടുന്നു. പേപ്പട്ടി വിഷം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം? തലച്ചോറ്. പേപ്പട്ടി വിഷം ബാധിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ തലച്ചോറിനെയാണ്. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പൊതുവെ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന സർവേ? സശ്രദ്ധം. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പൊതുവെ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന സർവേയാണ് സശ്രദ്ധം. GST ബില്ല് പാസാക്കിയ ആദ്യ നിയമസഭ? ആസാം. ആസാമിലെ നിയമസഭയാണ് GST ബില്ല് ആദ്യമായിട്ട് പാസാക്കിയത്. 2017 ജൂലൈ 1-നാണ് ഇന്ത്യയിൽ GST നിലവിൽ വന്നത്. GSTയുടെ ഫുൾ ഫോം എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ചരക്ക് സേവന നികുതി. GSTയുടെ ആപ്തവാക്യം എന്താണ്? ഒരു രാഷ്ട്രം, ഒരു നികുതി, ഒരു വിപണി. വൺ നേഷൻ, വൺ ടാക്സ്, വൺ മാർക്കറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റായ ജോഡി ഏതാണ്? ജീവകം ഇ അനീമിയ. ജീവകം ഇയുടെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖം അനീമിയ ആണെന്നുള്ളതാണ് തെറ്റായ ജോഡി. ശരിയായിട്ടുള്ള ജോഡികൾ നോക്കാം. ജീവകം എയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് നിശാന്തത. ജീവകം ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന രോഗം. ജീവകം സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. റെറ്റിനോപ്പതി, സ്കെലിറ്റൻ മയോപ്പതി, അറ്റാസിയ മുതലായവ ജീവകം ഇയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഒന്നുകൂടി പറയാം. റെറ്റിനോപ്പതി, സ്കെലിറ്റൻ മയോപ്പതി, അറ്റാസിയ തുടങ്ങിയവയാണ് ജീവകം ഇയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ ഏകതാ പ്രതിമയുടെ ഉയരം എത്ര? 182 മീറ്റർ. 182 മീറ്റർ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ ഏകതാ പ്രതിമയുടെ ഉയരം. ഏതാണ് ആ പ്രതിമ? ഗുജറാത്തിലെ നർമ്മദ നദിയിൽ സർദാർ സരോവർ അണക്കെട്ടിന് സമീപത്തെ സാധുബേഡ് ദ്വീപിൽ പണിത സർദാർ വല്ലഭായ് പട്ടേലാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഒന്നും കൂടി പറയാം. ഗുജറാത്തിലെ നർമ്മദ നദിയിൽ സർദാർ സരോവർ അണക്കെട്ടിന് സമീപത്തെ
സാധുബേഡ് ദ്വീപിൽ പണിത സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമയാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ. 182 മീറ്ററാണ് ഉയരം. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഹാൻസൺസ് ഡിസീസ് എന്നുകൂടി അറിയപ്പെടുന്ന രോഗം. കുഷ്ഠം. കുഷ്ഠമാണ് ഹാൻസൺസ് ഡിസീസ് എന്നുകൂടി അറിയപ്പെടുന്ന രോഗം. മികച്ച നയങ്ങൾക്കുള്ള ഓസ്കാർ എന്നറിയപ്പെടുന്ന ഫ്യൂച്ചർ പോളിസി പുരസ്കാരം 2018 ഐക്യരാഷ്ട്രസഭയിൽ നിന്നും ലഭിച്ച സംസ്ഥാനം. സിക്കിം. സിക്കിമാണ് മികച്ച നയങ്ങൾക്കുള്ള ഓസ്കാർ പുരസ്കാരം എന്നറിയപ്പെടുന്ന ഫ്യൂച്ചർ പോളിസി പുരസ്കാരം 2018 ഐക്യരാഷ്ട്രസഭയിൽ നിന്നും ലഭിച്ച സംസ്ഥാനം. താഴെ പറയുന്നവയിൽ ഗംഗയുടെ തീരത്തെ പട്ടണങ്ങൾ ഏതെല്ലാം? ഹരിദ്വാർ, ഗുവാഹത്തി, കാൺപൂർ, പാട്ന. തന്നിരിക്കുന്നതിൽ 1, 3, 4 ഗംഗയുടെ തീരത്തെ പട്ടണങ്ങൾ. ഹരിദ്വാർ, കാൺപൂർ, പാട്ന. ഹരിദ്വാറും കാൺപൂരും പാട്നയുമാണ് ഗംഗയുടെ തീരത്തെ പട്ടണങ്ങൾ. പകർച്ചവ്യാധികൾ തടയാനും അവ മൂലമുള്ള മരണം കുറയ്ക്കാനും കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി. ആരോഗ്യ ജാഗ്രത. എന്താണ് ആരോഗ്യ ജാഗ്രത? പകർച്ചവ്യാധികൾ തടയാനും അവ മൂലമുള്ള മരണം കുറയ്ക്കാനും കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രത. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നതിൽ 1, 2, 3 ശരിയായിട്ടുള്ള ജോഡികൾ. കാർദുംഗ്ല ലഡാക്ക് മലനിരകളിലാണ് കാർദുംഗ്ല പാസ് വരുന്നത്. ഫോട്ടുല സസ്കറിലാണ് ഫോട്ടുല വരുന്നത്. ബനിഹാൾ പീർപ്പഞ്ചലിലാണ് ബനിഹാൾ പീർപ്പഞ്ചലിലാണ്. ഇതൊക്കെ ചുരങ്ങളാണ്. കാർദുംഗ്ല ചുരം ലഡാക്ക് മലനിരകളിലാണ്. ഫോട്ടുല സസ്കറിലാണ്. ബനിഹാള് പീർപ്പഞ്ചലിലാണ്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ സോളിസിറ്ററി ജനറലായ വ്യക്തി. തുഷാർ മെഹ്ത്ത. തുഷാർ മെഹ്ത്തയാണ് ഇന്ത്യയുടെ സോളിസിറ്ററി ജനറൽ. ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ഉൾപ്പെടാത്തത് ഏത്? സോണാണ്. തന്നിരിക്കുന്നതിൽ സോണാണ് ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ഉൾപ്പെടാത്തത്. മാനസ്, ടീസ്റ്റ, സുബാസിരി. ഇത് 3 ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ഉൾപ്പെടുന്നതാണ്. ഏതൊക്കെയാണ്? മാനസ്, ടീസ്റ്റ, സുബാസിരി. സാമൂഹിക, സാമ്പത്തിക, ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. വയോരക്ഷ. വയോരക്ഷാ പദ്ധതി എന്താണ്? സാമൂഹിക, സാമ്പത്തിക, ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡികൾ തിരഞ്ഞെടുക്കുക. 2, 3, 4 തെറ്റായിട്ടുള്ള ജോഡികൾ. ശരിയായിട്ടുള്ള ജോഡി നോക്കാം. കങ്തു കൊടുമുടി അരുണാചൽ ഹിമാലയം. അരുണാചൽ ഹിമാലയത്തിലാണ് കങ്തു കൊടുമുടി വരുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ മൊളാസിസ് തടം എന്നറിയപ്പെടുന്നത്. മിസോറാം. മിസോറാം ആണ് തന്നിരിക്കുന്നതിൽ മൊളാസിസ് തടം എന്നറിയപ്പെടുന്നത്. പ്രാദേശികമായി ഉത്തരാഖണ്ഡിൽ നാഗതിബ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിമാലയത്തിന്റെ പ്രധാന ഭാഗം. ലെസ്സർ ഹിമാലയം. പ്രാദേശികമായി ഉത്തരാഖണ്ഡിൽ നാഗതിബ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിമാലയത്തിന്റെ ഭാഗമാണ് ലെസ്സർ ഹിമാലയം. കേരളത്തിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല. പത്തനംതിട്ട. പത്തനംതിട്ടയാണ് കേരളത്തിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല. ലെപ്റ്റോസ്പൈറ ജനസിൽപ്പെട്ട രോഗകാരിയാൽ ഉണ്ടാകുന്ന രോഗം. എലിപ്പനി. എലിപ്പനിയാണ് ലെപ്റ്റോസ്പൈറ ജനസിൽപ്പെട്ട രോഗകാരിയാൽ ഉണ്ടാകുന്ന രോഗം. വൈറ്റമിൻ കെ ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയ കാണപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ ഏതു ഭാഗത്താണ്? വൻകുടൽ. വൈറ്റമിൻ കെ ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയ കാണപ്പെടുന്നത് വൻകുടൽ ഭാഗത്താണ്. ഇവയിൽ ഹീലിയവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. മറഞ്ഞിരിക്കുന്നത് എന്നർത്ഥം വരുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഈ പേര് ലഭിച്ചത്, ഹീലിയം എന്ന പേര് ലഭിച്ചത് എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന.
ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം. ആവർത്തന പട്ടികയിൽ 18ാം ഗ്രൂപ്പിൽപ്പെട്ട മൂലകമാണ് എന്ത്? ഹീലിയം. ആവർത്തന പട്ടികയിൽ 18ാം ഗ്രൂപ്പിൽപ്പെട്ട മൂലകമാണ് ഹീലിയം. അറ്റോമിക് നമ്പർ 2 ആയ മൂലകമാണിത്. അറ്റോമിക് നമ്പർ 2 ആയ മൂലകമാണ്. ഭൂമിയിൽ കണ്ടെത്തും മുൻപേ ഈ മൂലകത്തിന്റെ സാന്നിധ്യം സൂര്യനിൽ കണ്ടെത്തിയിരുന്നു. ഭൂമിയിൽ കണ്ടെത്തും മുൻപേ ഹീലിയത്തിന്റെ സാന്നിധ്യം സൂര്യനിൽ കണ്ടെത്തിയിരുന്നു. ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ ആവിഷ്കരിച്ച നോബൽ സമ്മാന ജേതാവായ ശാസ്ത്രജ്ഞൻ ആരാണ്? ലിനസ് പോളിംഗ്. ലിനസ് പോളിംഗ് ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ ആവിഷ്കരിച്ച നൊബേൽ സമ്മാന ജേതാവായ ശാസ്ത്രജ്ഞൻ. പീരിയോഡിക് ടേബിളിലെ 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്കൃഷ്ടവാതകങ്ങൾ. പീരിയോഡിക് ടേബിളിലെ 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്കൃഷ്ടവാതകങ്ങൾ. സിഗരറ്റ് ലൈറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം? ബ്യൂട്ടെയ്ൻ. ബ്യൂട്ടെയ്ൻ ആണ് സിഗരറ്റ് ലൈറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം. സോപ്പ് ലായനിക്ക് സാധാരണ ജലത്തേക്കാൾ അഴുക്കിളക്കാൻ സാധിക്കുന്നതിന്റെ കാരണം? പ്രതലബലം കുറവായതിനാൽ. പ്രതലബലം കുറവായതിനാലാണ് സോപ്പ് ലായനിക്ക് സാധാരണ ജലത്തേക്കാൾ അഴുക്കിളക്കാൻ സാധിക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഏതാണ്? IUCN. IUCN ആണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന. എന്താണ് IUCN? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദി കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. IUCN എന്താണ്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദി കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. 1948 ഒക്ടോബറിൽ ഫ്രാൻസിലാണ് IUCN സ്ഥാപിക്കപ്പെട്ടത്. നമ്മൾ ഇന്ന് 50ഓളം ക്വസ്റ്റ്യൻസും അതിൽ ചിലതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാമായിരുന്നു എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം.